നെറ്റ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സമകാലീൻ കവിത, നാട്ട്, കഹാനി, ഉപന്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക, ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സമകാലീൻ കവിത, നാടക, കഹാനി, ഉപന്യാസമൊക്കെ HSTയുടെ സിലബസിൽ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? तमस उपन्यास का प्रकाशन A 1973, B 1972, C 1974, D 1975. तमस उपन्यास का प्रकाशन. ആൻസർ ഓപ്ഷൻ ആണ് 1973 ഭീഷ്മസാഹനി തമസ് ഉപന്യാസ് എഴുതുന്നത്. തമസ് ഉപന്യാസം ആരുടെയാണ്? ഭീഷ്മസാഹനിൻ്റെ ആണ്. 1973 അദ്ദേഹം ഈ ഒരു ഉപന്യാസ് എഴുതുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, മछली मरी हुई के लेखक है A राजेश जोशी, B राजकमल चौधरी, C शानी, D उषा प्रियंवदा. मछली मरी हुई के लेखक. ആൻസർ ഓപ്ഷൻ ബി രാജ്കമൽ ചൗധരി. രാജ്കമൽ ചൗധരിയുടെ രചനയാണ് മछली मरी हुई എന്നുള്ളത്. 1966 അദ്ദേഹം ഈ രചന എഴുതുന്നത്. ആരുടേതാണ്? രാജ്കമൽ ചൗധരിയുടെ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ആധാ ഗാവ് ഉപന്യാസ് കെ ലേഖക് എ ഷാനി, ബി രാജ്കമൽ ചൗധരി, സി രാഹി മാസും രാജ, ഡി രമേശ് ചന്ദ്ര ഷാ. ആധാ ഗാവ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി രാഹി മാസും രാജ. രാഹി മാസും രാജയുടെ ഉപന്യാസമാണ് ആധാ ഗാവ് എന്നുള്ളത്. 1966 വിഭാജൻ കി ത്രാസദിയാണ് ഈ ഒരു ഉപന്യാസിൽ മെയിനായിട്ട് വരുന്ന വിഷയവസ്തു. 1966 രാഹി മാസും രാജയുടെ ഉപന്യാസമാണ് ആധാ ഗാവ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, രമേശ് ചന്ദ്ര ഷാഹ് കെ ഉപന്യാസ് എ ഗോബർ ഗണേഷ്, ബി നദി ബഹത്തി दी, सी काला जल, बी टोपी शुक्ला. रमेश चंद्र शाह के उपन्यास. ആൻസർ ഓപ്ഷൻ എ ഗോബർ ഗണേഷ്. 1978 ഗോബർ ഗണേഷ് എഴുതുന്നത്. ആരുടെ ഉപന്യാസമാണ്? രമേശ് ചന്ദ്ര ഷാഹിൻ്റെ ഉപന്യാസമാണ്. നദി ബഹത്തി അറിയാലോ, രാജ്കമൽ ചൗധരിയുടെ ഉപന്യാസമാണ്. കാലാജൽ ഷാനിയുടെ ഉപന്യാസമാണ്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. अकाल दर्शन कविता दो मिलके किस काव्य संकलन में संग्रहित है? ए कल सुनना मुझे, बी सुदामा पांडे का प्रजातंत्र, सी संसद से सड़क तक, डी कोई नहीं. अकाल दर्शन कविता दो मिलके किस काव्य संकलन में संग्रहित है? ആൻസർ ഓപ്ഷൻ സി സൻസദ് സേ സടക് തക്. അപ്പോൾ ഈ ഒരു കാവ്യ സങ്കലനത്തിൻ്റെ അകത്താണ് അദ്ദേഹത്തിൻ്റെ കവിത അകാൽ ദർശൻ സംകലനം ചെയ്തിട്ടുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ, സൻസദ് സേ സടക് തക്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ, अंधेरे का मुसाफिर शीर्षक कविता के लेखक ए दुष्यंत कुमार, बी नरेश सक्सेना, सी राजेश जोशी, डी सर्वेश्वर दयाल सक्सेना. अंधेरे का मुसाफिर कविता के लेखक. ആൻസർ ഓപ്ഷൻ ഡി സർവേശ്വർ ദയാൽ സക്സേന. സർവേശ്വർ ദയാൽ സക്സേനയുടെ കവിതയാണ് അന്ധേരെ കാ മുസാഫിർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളാണ്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, കവിതാ ഭാഷാ में आदमी होने की तमीज है किसने कहा? ए सक्सेന, बी धूमिल, सी दुष्यंत कुमार, डी बच्चन सिंह. കവിത ഭാഷാ में आदमी होने की तमीज है വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ധൂമിൽ. ഇപ്പോൾ ധൂമിലിൻ്റെ സമകാലീൻ സന്ദർഭത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കവിത ഭാഷാമേ ആത്മീ ഹോനേക്ക് തമീസ് ഹെ ധൂമിൽ. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ, ധൂമിൽ की अंतिम कविता मानी जाती है? ए कविता, बी पटकथा, सी कल सुनना मुझे, डी लोहे का स्वाद. ധൂമിൽ की अंतिम कविता. ആൻസർ ഓപ്ഷൻ ഡി ലോഹേ കാ സ്വാദ്. ലോഹേ കാ സ്വാദാണ് ധൂമിലിൻ്റെ അന്തിം കവിത എന്ന് മനസ്സിലായല്ലോ, ധൂമിലിൻ്റെ ആണ് കേട്ടോ. ഇനി നയൻത്ത് ക്വസ്റ്റ്യൻ,
सुमेलित नहीं है। ए मंगलेश डबराल, पहाड़ पर लालटेन। बी वीरेन डंगवाल, इसी दुनिया में। सी राजेश जोशी, സമർഗാഥ. ഡി കേദാർനാഥ് സിംഗ്, ദോ പങ്ക്തിയോം കെ ബീച്ച്. തന്നതിൽ യോജിക്കാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കേദാർനാഥ് സിംഗ്, ദോ പങ്ക്തിയോം കെ ബീച്ച് എല്ലാം. ദോ പങ്ക്തിയോം കെ ബീച്ച് ആരുടെ രചനയാണ്? രാജേഷ് ജോഷിയുടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള രചനയാണ് ദോ പങ്ക്തിയോം കെ ബീച്ചും. കേദാർനാഥ് സിംഗിന്റെ അല്ല, അത് ശ്രദ്ധിക്കാം. ഇപ്പോൾ മംഗ്ലേഷ് ഡബ്രാലിന്റെ രചന ഏതാണ്? പഹാഡ് പർ ലാൾട്ടേൻ. വീരേൻ ഡംഗ്വാലിന്റെ ഏതാണ്? ഇസി ദുനിയാമേം. രാജേഷ് ജോഷി സമർഗാഥ, രാജേഷ് ജോഷിയുടെ തന്നെ മറ്റൊരു രചനയാണ് ദോ പങ്ക്തിയോം കെ ബീച്ച്. ഇവിടെ 4 കവികളും അവരുടെ രചനകളും കൂടി നമുക്ക് മനസ്സിലായി. ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. 10th क्वेश्चन, डायन कहानी के लेखक? ए भीष्म साहिनी, बी मुक्ति बोध, सी अमरकांत, डी भैरव प्रसाद गुप्त. ആൻസർ ഓപ്ഷൻ എ ഭീഷ്മ സാഹിനിയുടെ 1998 എഴുതുന്ന കഹാനിയാണ് ഡായൻ എന്നുള്ളത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സമകാലീന സന്ദർഭത്തിലൊക്കെ ഈ ഒരു കഹാനികളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി 11th क्वेश्चन, काट का सपना कहानी के लेखक? ए भीष्म साहिनी, बी मुक्ति बोध, सी कमलेश्वर, डी मोहन रागेश. ആൻസർ ബി മുക്തിബോധ്. കാട്ട് കാ സപ്ന കഹാനി ആരുടേതാണ്? മുക്തിബോധിൻ്റെതാണ്. 1967 അദ്ദേഹം ഈ ഒരു കഹാനി എഴുതുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ, बयान किसकी कहानी है? ए मोहन राकेश, बी धर्मवीर भारती, सी कमलेश्वर, डी मुक्तिबोध. बयान किसकी कहानी है? ആൻസർ ഓപ്ഷൻ സി കമലേശ്വർ. കമലേശ്വറിന്റെ 1973 എഴുതുന്ന കഹാനിയാണ് ബയാൻ എന്നുള്ളത്. ഇനി 13th ക്വസ്റ്റ്യൻ, കവ്വെ ഓർ കാലാപാനി കഹാനി കെ ലേഖക്? വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിർമ്മൽ വർമ്മ, ബി കമലേശ്വർ, സി മോഹൻ രാകേഷ് ഓർ ഡി രാജേഷ് ജോഷി. കവ്വെ ഓർ കാലാപാനി കഹാനി കെ ലേഖക്. ആൻസർ ഓപ്ഷൻ എ നിർമ്മൽ വർമ്മ. നിർമ്മൽ വർമ്മയുടെ 1983 എഴുതുന്ന കഹാനി സംഗ്രഹമാണ് കവ്വയോർ കാലാപാനി. ഇതിൽ ഡേറ്റ് എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക, പല എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1983 ആണ്. ഇനി 14th ക്വസ്റ്റ്യൻ നോക്കാം. ഹംസ ജായി അകേല കിസ്കി കഹാനി ഹെ? എ രഘുവീർ സഹായ്, ബി മാർക്കണ്ഡേയ്, സി ഫണീശ്വർനാഥ് രേണു, ഡി രാജേഷ് ജോഷി. ഹംസ ജായി അകേല. ആൻസർ ഓപ്ഷൻ ബി മാർക്കണ്ഡേയ്. മാർക്കണ്ഡേയുടെ 1957 എഴുതുന്ന കഹാനിയാണ് ഹംസ ജായി അകേല. ഇനി 15th ക്വസ്റ്റ്യൻ നോക്കാം. മുക്തി പ്രസംഗ് ഏവം കങ്കാവതി കിസ്കെ കാവ്യ സംഗ്രഹ ഹെ? ए राजकमल चौधरी, बी बच्चन सिंह, सी केदारनाथ अग्रवाल, डी केदारनाथ सिंह. मुक्ति प्रसंग एवं कंकावതി ആരുടെ കാവ്യസംഗ്രഹമാണ്? ആൻസർ ഓപ്ഷൻ എ രാജ്കമൽ ചൗധരി. രാജ്കമൽ ചൗധരിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാവ്യസംഗ്രഹമാണ് മുക്തി പ്രസംഗ്. അത് അറിയാമെന്ന് വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാവ്യസംഗ്രഹമാണ് എന്ത്? കങ്കാവതി. ഓക്കെ. ഇനി 16th क्वेश्चन നോക്കാം. एक पदे के नोट्स उपन्यास के लेखक? ए शानी, बी महेंद्र बल्ला, सी रमेश चंद्र शाह, डी राजकमल चौधरी. एक पदे के नोट्स के उपन्यास के लेखक. ആൻസർ ഓപ്ഷൻ ബി മഹേന്ദ്ര ബല്ല. മഹേന്ദ്ര ബല്ലയുടെ എന്താണ് രചനയാണ് ഏക് പതിക്ക് നോട്ട്സ് എന്നുള്ളത്. 1967 അദ്ദേഹം ഈ ഒരു ഉപന്യാസ് എഴുതുന്നത്. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കാം. 17th ക്വസ്റ്റ്യൻ, अंधा कुआ किसकी नाट्यकृति है? ए धर्मवीर भारती, बी मोहन राकेश, सी सुरेंद्र वर्मा, डी लक्ष्मी नारायण लाल. अंधा कुआ. आंसर ऑप्शन डी लक्ष्मी नारायण लाल. 18th क्वेश्चन नोക്കാം. निम्नलिखित में से दो समानांतर कथा प्रसंग पर चलने वाला शंकर शेष का नाटक? ए पोस्टर, बी कोमल गांधार,
सी एक और द्रोणाचार्य, डी अरे मायावी सरोवर. ആൻസർ ഓപ്ഷൻ സി ആണ്, ഏക് ഓർ ദ്രോണാചാര്യ. 1977 ശങ്കർ ശേഷ് എഴുതുന്ന നാടകമാണ്. അപ്പോൾ ദോ സമാനാന്തർ കഥാപ്രസംഗ് पर चलने वाला നാടകമാണ് ഏത്, ഏക് ഓർ ദ്രോണാചാര്യം. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. 19 A 1965, B 1966, C 1968 or D 1969. ആദ്യ അധൂരി മോഹൻ രാകേഷിന്റെ നാടകമാണ് പ്രകാശൻ വർഷ്. ആൻസർ ഓപ്ഷൻ ഡി 1969. 1969 മോഹൻ രാകേഷിന്റെ ആദ്യ അധൂരി നാടകം അദ്ദേഹം എഴുതുന്നത്. ഇനി 20th ക്വസ്റ്റ്യൻ നോക്കാം. തിൽച്ചട്ട നാടക के लेखक ए मुद्रा राक्षस, बी മോഹൻ രാകേഷ്, സി സുരേന്ദ്ര വർമ്മ, ഡി ഭീഷ്മസാഹിനി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാടകമാണ്. ആൻസർ ഓപ്ഷൻ എ മുദ്ര രാക്ഷസ്. മുദ്ര രാക്ഷസിന്റെ നാടകമാണ് തിൽച്ചട്ട എന്നുള്ളത്, നോട്ട് ചെയ്ത് വെക്കാം. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. किस कहानी आंदोलन को आम आदमी को केंद्र में रखा है? ए सचेतन कहानी, बी सहज कहानी, सी समांतर कहानी, डी सक्रिय कहानी. ആൻസർ ഓപ്ഷൻ സി സമാന്തർ കഹാനി. ഇപ്പോൾ സമാന്തർ കഹാനിയിൽ എങ്ങനെയാണ്, കഹാനി ആന്തോളനിൽ ആം ആദ്മിക്കോ കേന്ദ്രമേം രക്കാഹെ, എവിടെ സമാന്തർ കഹാനിയിൽ. സമാന്തർ കഹാനീൻ്റെ പ്രവർത്തക് ആരായിരുന്നു? കമലേശ്വറാണ് സമാന്തർ കഹാനീൻ്റെ പ്രവർത്തക്. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാൻപത് തിയേറ്റർ കിസ്കെ കഹാനി സംഗ്രഹ है? ए रमेश चंद्र शाह, बी अमरकांत, सी दूतनाथ सिंह, डी भैरव प्रसाद गुप्त. मानपत्र थिएटर किसके कहानी संग्रह है? ആൻസർ ഓപ്ഷൻ ബി അമർകാന്ത്. അപ്പം അമർകാന്തിൻ്റെ കഹാനി സംഗ്രഹങ്ങളാണ് മാൻപത്ര തിയേറ്റർ എന്നുള്ളത്. ഇനി 23rd क्वेश्चन 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉദയപ്രകാശ് കെ കഹാനിയോം കാ സഹി അനുക്രം? എ തിരിച്ച്, ദരിയായി ഗോഡ, പാൽ കോമര കാ സ്കൂട്ടർ, മോഹൻദാസ്. ഉദയപ്രകാശിൻ്റെ കഹാനികളിലെ കറക്റ്റായിട്ടുള്ള അനുക്രം. ആൻസർ ഓപ്ഷൻ സി ആണ്, ദരിയായി ഗോഡ, തിരിച്ച്, പാൽ കോമര കാ സ്കൂട്ടർ, മോഹൻദാസ്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രകാശൻ വർഷം കൂടി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ദരിയായി ഗോഡ 1982 അദ്ദേഹം എഴുതുന്ന രചനയാണ്. തിരിച്ച് 1983, പാൽ കോമര കാ സ്കൂട്ടർ 1997, മോഹൻദാസ് 2006. ഇതിൽ തിരിച്ചും പാൽ കോമര കാ സ്കൂട്ടറും മോഹൻദാസ്, ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കുക, ഡേറ്റ് സഹിതം നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th क्वेश्चन. पक्षी और दीमक किसकी कहानी संकलन है? ए भीष्म साहनी, बी रघुवीर सहाय, सी मोहन राकेश, डी मुक्तिबोध. पक्षी और दीमक किसकी कहानी संकलन है? ആൻസർ ഓപ്ഷൻ ഡി മുക്തിബോധ്. പക്ഷി ഓർ ദീമക് മുക്തിബോധിൻ്റെ കഹാനി സങ്കലനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഹാനി സങ്കലനാണ് സമകാലീൻ സന്ദർഭത്തിൽ. ഇനി 25th ക്വസ്റ്റ്യൻ. നിമ്നലിഖിത മേം സെ മനോവൈജ്ഞാനിക് കഹാനികാർ നഹി ഹെ? എ വൃന്ദാവൻ ലാൽ വർമ്മ, ബി ജൈനേന്ദ്ര, സി ഇലാചന്ദ്ര ജോഷി, ഡി അഗെ. തന്നവയിൽ മനോവൈജ്ഞാനിക് കഹാനികാർ അല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ വൃന്ദാവൻ ലാൽ വർമ്മ. വൃന്ദാവൻ ലാൽ വർമ്മ മനോവൈജ്ഞാനിക് കഹാനികാരല്ല, ബാക്കി ജൈനേന്ദ്രും ഇലാചന്ദ്ര ജോഷി അഗ്ഗേ എങ്ങനെയാണ് മനോവൈജ്ഞാനിക് രചനാകാരാണ് അല്ലേ, കഹാനികാരാണ്. ഇനി 26th ക്വസ്റ്റ്യൻ നോക്കാം. നാടക് ജാരി ഹെ രചന കിസ് വിധ കി ഹെ? എ നാടക്, ബി നിബന്ധ്, സി കവിത, ഡി ഉപന്യാസ്. നാടക് ജാരി ഹെ രചന കിസ് വിധ കി ഹെ? ആൻസർ ഓപ്ഷൻ സി കവിത. അപ്പം നാടക് ജാരി ഹെ ആരുടെ രചനയാണ്? ലീലാധർ ജഗൂഡിയുടെ കവിതയാണ് നാടക് ജാരി ഹെ, കവിതാ വിധയാണ് കേട്ടോ. ഇനി 27th ക്വസ്റ്റ്യൻ നോക്കാം. കബിരാഗഡ ബാസാർ മേം നാടക കെ രചയിത? എ ഭീഷ്മ സാഹിനി, ബി സുദർശൻ, സി സുരേന്ദ്ര വർമ്മ, ഡി ഗിരിരാജ് കിഷോർ. കബിരാഗഡ ബാസാർ മേം. ആൻസർ ഓപ്ഷൻ എ ഭീഷ്മസാഹിനി. ഭീഷ്മസാഹിനീൻ്റെ നാടകമാണ് കബിരാഗഡ ബാസാർ മേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 28th ക്വസ്റ്റ്യൻ നോക്കാം.
महाकवि कालिदास के जीवन पर आधारित मोहन रागेश का नाटक। ए. लहरों का राजहंस, बी. आधे अधूरे, सी. आषाढ़ का एक दिन, डी. कोई नहीं। महाकवि कालिदास के जीवन पर आधारित मोहन रागेश का नाटक। ആൻസർ ഓപ്ഷൻ സി, ആഷാഢ് കാ ഏക് ദിൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ആരുടെ രചനയാണിത്? മോഹൻ രാകേഷിൻ്റെ ആണ്. കാളിദാസ് കെ ജീവൻ पर आधारित നാടകമാണ് ആഷാഢ് കാ ഏക് ദിൻ. ഇനി 29th ക്വസ്റ്റ്യൻ. इनमें से कौन सा नाटक उपेंद्रनाथ अश्क का है? ए. चटा बेटा, बी. अंधी गली, सी. उड़ान, डी. उपर्युक्त सभी. इनमें से कौन सा नाटक उपेंद्रनाथ अश्क का है? ആൻസർ ഓപ്ഷൻ ഡി, ഉപര്യുക്ത് സബി. ഇപ്പം എ ബി സി ഈ 3 ഓപ്ഷനും ആരുടെയാണ്? രമേശ് ചന്ദ്ര ഷാഹിൻ്റെ നാടകങ്ങളാണ്. ഇപ്പം നമുക്ക് 3 നാടകങ്ങൾ കിട്ടി. ചടാബേട്ട, അന്തി ഗലി, ഉഡാൻ. ഇത് 3ഉം ഉപേന്ദ്രനാഥ് അഷ്കിൻ്റെ നാടകമാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഉപേന്ദ്രനാഥ് അഷ്കിൻ്റെ 3 നാടകങ്ങളാണ് ഇതെല്ലാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 30th ക്വസ്റ്റ്യൻ. शारदीय नाटक के लेखक ए. मोहन राकेश, बी. धर्मवीर भारती, सी. जगदीश चंद्र मैथ्यूर और डी. विष्णु प्रभाकर. शारदीय नाटक के लेखक कौन है? ആൻസർ ഓപ്ഷൻ സി, ജഗദീഷ് ചന്ദ്ര മാഥ്യൂർ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് സമകാലീൻ കവിതയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതയും ലേഖകൻ്റെയും പേരുകൾ ഡിസ്കസ് ചെയ്യാം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കി വെക്കാം. അപ്പം ആദ്യം അന്ധേരെ കെ ബാവജൂദ് ബൽദേവ് വംശിയുടെ കവിതയാണ്. പിന്നെ ബച്ചി ഹുയി പൃഥ്വി ലീലാധർ ജഗൂഡിയുടെ രചനയാണ്. ചൂക്കാബി നഹി ഹുമ്മേ രമേശ് ശംഷേർ ബഹാദൂർ സിംഗിൻ്റെ രചനയാണ്. ഇസ് യാത്രാമേ ലീലാധർ ജഗൂഡി, ഉപനഗർ മേ വാപ്പസി ബൽദേവ് വംശി. ഇതൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത രചന വ്യക്തിഗത, ഭവാനി പ്രസാദ് മിശ്രിൻ്റെ കവിതയാണ്. സമകാലീൻ കവിതയാണ് വ്യക്തിഗതം. ഇല ആരുടെയാണ്? ദേവരാജൻ്റെ ആണ് ഇല എന്ന രചന. ഛായാമത് ചൂനാമൻ എന്നുള്ളത് ഗിരിജ കുമാർ മാത്യൂറിൻ്റെ രചനയാണ്. സാക്ഷി രഹേ വർത്തമാനും ഗിരിജ കുമാർ മാത്യൂറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമകാലീൻ കവിതയാണ്. ജമീൻ പക് രഹി ഹെ കേദാർനാഥ് സിംഗ് ആണ്. കേദാർനാഥ് അഗ്രവാൾ ആയിട്ട് മാറിപ്പോവരുത്. കേദാർനാഥ് സിംഗിൻ്റെ കവിതയാണ് ജമീൻ പക് രഹി ഹെ. താബ്കെ തായേ ഹുയേ ദിൻ ത്രിലോചൻ്റെ രചനയാണ്. തുമ്നെ കഹാദ ത്രിലോചൻ. ഇപ്പോൾ താബ്കെ തായേ ഹുയേ ദിനും തുമ്നെ കഹാദായും നമ്മൾ ത്രിലോചൻ്റെ രചനയാണ്. ഏക് ദിൻ ബോലേംഗെ പേട് രാജേഷ് ജോഷിയുടെയാണ്. കന്ദേ പർ സൂരജ് രാംധരഷ് മിശ്രിൻ്റെ രചനകളാണ്. അപ്പോൾ ഇത്രയും 14 സമകാലീന കവിതകൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളാണ്. ഇനി 2 സമകാലീന ഉപന്യാസകാരെയും കൂടി ഡിസ്കസ് ചെയ്യാം. ഒന്ന് രാജ്കമൽ ചൗധരിയാണ്. അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ രചനകളാണ്? നദി ബഹ്തീദി 1962 എഴുതുന്ന രചനയാണ് നദി ബഹ്തീദി. രണ്ടാമത്തത് ഷഹർദ ഷഹർ നഹീംദ 1966 എഴുതുന്ന രചനയാണ്. മച്ലി മരി ഹുയി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 1966 തന്നെ രാജ്കമൽ ചൗധരിയുടെ സമകാലീന ഉപന്യാസമാണ്. ദേഹഗാഥ 1966 തന്നെയാണ്. പിന്നെ ബീസ് റാണിയോം കെ ബൈസ്കോപ്പ് 1972. ഈ 5 ഉപന്യാസങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നദി ബഹ്തീദി, ഷഹർദ ഷഹർ നഹീംദ, മച്ലി മരി ഹുയി, ദേഹഗാഥ, ബീസ് റാണിയോം കെ ബൈസ്കോപ്പ്. എല്ലാത്തിൻ്റെ പ്രകാശൻ വർഷം കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് പോയിന്റ് രമേശ് ചന്ദ്ര ഷാഹിൻ്റെ ഉപന്യാസം. ഒന്നാമത്തേത് ഗോബർ ഗണേഷ് 1978, 2 കിസ്സ ഗുലാം 1986, പൂർവാപ്പർ 1990, ആഖിരി ദിൻ 1992, പുനർവാസ് 1995. അപ്പോൾ ഈ 5 രചനകളാണ് രമേശ് ചന്ദ്ര ഷാഹിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനകളുള്ളത്. അപ്പോൾ ഇനിയും ഇതിനകത്ത് ഗോബർ ഗണേഷും കിസ്സ ഗുലാമും പൂർവാപ്പറും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം പല എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ക്ലാസ് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്